കർക്കിടക മാസത്തിൽ മലയാളികൾ ഏറെ പുണ്യത്തോടെ കരുതുന്ന ഒന്നാണ് നാലമ്പല ദർശനം. ദശരഥപുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവർ കുടികൊള്ളുന്ന 4 ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ഒരു പകൽ കൊണ്ട് ദർശനം നടത്തുന്നതാണ് ഈ പുണ്യയാത്ര. കേരളത്തിൽ പലയിടത്തും നാലമ്പലങ്ങൾ ഉണ്ടെങ്കിലും തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലായി പരന്നുകിടക്കുന്ന നാലമ്പലങ്ങളാണ് ഏറ്റവും പ്രശസ്തം. ഇന്നത്തെ വീഡിയോയിൽ ഈ 4 ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. നാലമ്പല യാത്ര നമ്മൾ ആരംഭിക്കേണ്ടത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ പുഴയുടെ തീരത്താണ് ഈ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ ചതുർബാഹുവായ വിഷ്ണുവിടേതാണെങ്കിലും ഖരവധത്തിന് ശേഷമുള്ള രൗദ്രഭാവത്തിലുള്ള ശ്രീരാമനെയാണ് ഭക്തർ ഇവിടെ ആരാധിക്കുന്നത്. രാവിലെ നിർമാല്യം തൊഴുന്നത് ഇവിടെ നിന്നായിരിക്കണം. തൃപ്രയാർ ദേവർക്ക് മീനൂട്ട് നടത്തുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. പുഴയിലെ മീനുകൾക്ക് ഭക്തിപൂർവ്വം ഊട്ട് നൽകിയാൽ രോഗശമനം ഉണ്ടാകും എന്നാണ് വിശ്വാസം. വെടി വഴിപാടും ചാക്യാർ കൂത്തും ഇവിടുത്തെ മറ്റ് പ്രധാന വഴിപാടുകളാണ്. തൃപ്രയാറിലെ ദർശനം കഴിഞ്ഞ് നമ്മൾ അടുത്തതായി പോകേണ്ടത് ഏകദേശം 15 കിലോമീറ്റർ അകലെയുള്ള ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിലേക്കാണ്. ഇന്ത്യയിൽ തന്നെ ഭരതപ്രതിഷ്ഠയുള്ള ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശ്രീരാമൻ ലങ്കയിൽ പോയ സമയത്ത് ഭരതൻ അനുഷ്ഠിച്ച തപസ്സിൻ്റെ ഭാവമാണ് ഇവിടുത്തെ വിഗ്രഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രസാദമായി പൂക്കൾ നൽകാറില്ല, തുളസി മാത്രമേ ഉണ്ടാകൂ. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ 3 പൂജകൾ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ താമരമാല വഴിപാടും വഴുതനങ്ങ നിവേദ്യവും വളരെ പ്രശസ്തമാണ്. ഉദരരോഗങ്ങൾ മാറാനാണ് ഭക്തർ ഇവിടെ വഴുതനങ്ങ നിവേദ്യം സമർപ്പിക്കുന്നത്. കൂടൽ മാണിക്യത്തിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മൾ എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്തുള്ള തിരുമൂഴിക്കുളത്തെത്തും. ലക്ഷ്മണസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഭരതൻ ശ്രീരാമനെ തിരികെ വിളിക്കാൻ വനത്തിലേക്ക് പോയപ്പോൾ ലക്ഷ്മണൻ ഭരതനെ തെറ്റിദ്ധരിച്ചുവെന്നും പിന്നീട് ആ പാപപരിഹാരത്തിനായി ലക്ഷ്മണൻ പ്രായശ്ചിത്തം ചെയ്ത സ്ഥലമാണിതെന്നുമാണ് ഐതിഹ്യം. സർപ്പദോഷ പരിഹാരങ്ങൾക്കായി നിരവധി ഭക്തർ ഇവിടെ എത്താറുണ്ട്. നാലമ്പല യാത്രയുടെ അവസാന ഘട്ടം എത്തുന്നത് പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലാണ്. മൂഴിക്കുളത്ത് നിന്ന് ഏകദേശം 28 കിലോമീറ്റർ സഞ്ചരിച്ച് വീണ്ടും തൃശ്ശൂർ ജില്ലയിലേക്ക് തന്നെ വരണം. 4 ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ ക്ഷേത്രമാണിത്. ശാന്തവും പ്രകൃതി രമണീയവുമായ അന്തരീക്ഷം. ശത്രുഘ്നസ്വാമിയുടെ വളരെ അപൂർവമായ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഉച്ചപൂജയ്ക്ക് മുൻപായി ഇവിടെ ദർശനം നടത്തുന്നതോടെ നാലമ്പല യാത്ര പൂർണ്ണമാകുന്നു. ഇവിടെ വന്ന് ശത്രുഘ്നനെ തൊഴുതാൽ മാനസിക സമാധാനവും ശത്രുദോഷ നിവാരണവും ഉണ്ടാകും എന്നാണ് വിശ്വാസം. ഒരു ദിവസം കൊണ്ട്, അതും ഉച്ചപൂജയ്ക്ക് മുൻപായി ഈ 4 ക്ഷേത്രങ്ങളും കണ്ടു തൊഴുന്നത് വലിയൊരു പുണ്യവും മനസ്സിന് വലിയൊരു പോസിറ്റീവ് എനർജിയുമാണ് നൽകുന്നത്. ഈ കർക്കിടകത്തിൽ നിങ്ങളും ഈ നാലമ്പല യാത്ര നടത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.